പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. മോർണിംഗ് മന്ന സന്ദേശത്തിലൂടെ വീണ്ടും കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവപൈതലേ, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് ഒരിക്കലും വിടുതൽ കിട്ടത്തില്ലെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു അനുഭവം ഉണ്ടോ? നിങ്ങളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ പറയും. നിങ്ങളുടെ ആ ശൂന്യമായ പേശി ചിലപ്പോൾ അങ്ങനെ പറയും. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോരോ സംഭവ വികാസങ്ങൾ അങ്ങനെ പറയും. പക്ഷേ പരിശുദ്ധാത്മാവിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ദൈവശബ്ദം ഇതാണ്: നാളെ ഈ സമയത്ത് ഷേക്കലിന് 1 സെയാ ഗോതമ്പുമാവും 2 സെയാ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിലെ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തിനാ ഈ തിരുവചനം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ കയ്യിലേക്ക് ദൈവം തന്നേക്കുന്നത്? അന്ന് എലീശ ഫേസ് ചെയ്ത പോലെ വലിയ പ്രയാസത്തിലൂടെ പോകുന്നവരുണ്ട്. ഈ വചനം നിങ്ങളിലേക്ക്, നിങ്ങളുടെ കരങ്ങളിൽ നന്മയായിട്ട് കൊണ്ടുതരാൻ സ്വർഗത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കൈ നന്മ കിട്ടുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ മനോഭാവം, പൈസ കൈ കിട്ടുന്നത് നിങ്ങളുടെ ചില ആവശ്യത്തിന് ദൈവം ഉപയോഗമാക്കാൻ വേണ്ടിയാണ് തരുന്നത്. അതിനെ പൂജിക്കരുത്, അതിനെ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. തരുന്ന നന്മ എടുത്തു കളയാൻ ദൈവത്തിനൊരു നിമിഷം മതി. ഒരു നിമിഷം കൊണ്ട് കർത്താവിന് അതിനെടുക്കാൻ കഴിയും. അതുകൊണ്ട് നന്മകളെ സ്നേഹിക്കരുത്, പണത്തെ സ്നേഹിക്കരുത്, കർത്താവിനെ സ്നേഹിക്കണം. ആ നന്മകൾ കർത്താവ് തരുമ്പോൾ അതിനു വേണ്ടി അങ്ങ് ഉപയോഗിച്ചോണം. അത് കയ്യിലിരിക്കട്ടെ, പിന്നത്തേത് നോ, ഇല്ല. നിനക്ക് ആ ആവശ്യത്തിന് ആ ദൈവം തരുന്നത്. ഓക്കെ, വിഷയം നമുക്ക് നോക്കാം. ആ ദേശം മുഴുവനും വരിഞ്ഞു മുറുക്കിയിരിക്കുക. ആരാ? അരാം സൈന്യം. വരിഞ്ഞു മുറുക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി വരും കേട്ടോ. പല രീതിയിലാണ് വരിഞ്ഞു മുറുക്കൽ വരുന്നത്. രോഗം ചിലരുടെ ജീവിതത്തിനകത്ത് വരിഞ്ഞു മുറുക്കൽ കൊണ്ടുവരും. കടം ചിലരുടെ ജീവിതത്തിനകത്ത് വരിഞ്ഞു മുറുക്കൽ കൊണ്ടുവരും. വരവിനേക്കാട്ടിൽ കൂടുതൽ ചെലവ് വരുന്നത് ജീവിതത്തിനകത്ത് വരിഞ്ഞു മുറുക്കലുകൾ കൊണ്ടുവരും. അങ്ങനെ പല ദൈവനാമത്തിന് കറക്റ്റായിട്ട് കൊടുക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ വരിഞ്ഞു മുറുക്കലിൻ്റെ അനുഭവങ്ങൾ കൊണ്ടുവരും. അങ്ങനെ പല രീതിയിലാണ് സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് വേണേൽ പൗസ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു വരുന്നതിൻ്റെ റീസൺ എന്താണ് കർത്താവേ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചോദിക്കാമെങ്കിൽ ഒരു പ്രവാചകനെ നിങ്ങളുടെ അയച്ചല്ല ദൈവം സംസാരിക്കാൻ പോകുന്നത്. ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദ്യമായിട്ട് കർത്താവ് നിങ്ങളോട് ഇടപെടും. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ലൈഫിനകത്ത് ചില വരിഞ്ഞു മുറുക്കലുകളെ എടുത്തു കളയാനായിട്ട് പോവാം കേട്ടോ. ഭയങ്കരമായിട്ട് എടുത്തു കളയും. ഇത്ര നാളായിട്ടാ അരാം സൈന്യം വരിഞ്ഞു മുറുക്കുന്നതെന്നറിയാവോ? ജീസസ്. ഒന്ന് കറക്ഷൻ, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യണം. ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ പുതുക്കി ഡെഡിക്കേറ്റ് ചെയ്ത് ദൈവസാന്നിധ്യത്തിലേക്ക് ഒന്ന് അടുത്തു വരണം. ഒന്നത് ചെയ്യണം. 2, വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ നീ പ്രഖ്യാപിക്കണം. ഹന്ന എന്തോ പ്രഖ്യാപിച്ചേ? എനിക്കൊരു മോനെ തന്നാൽ, കണ്ടാ, എനിക്ക് 10 മക്കളെ തന്നാൽ അതിനകത്തുനിന്ന് 1 കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ വിധവയായ സ്ത്രീ എന്താ ചെയ്തേ? ആലയത്തിനകത്ത് പൈസ ഇട്ട് വിധവയായ സ്ത്രീ എന്താ ചെയ്തേ? തനിക്കുണ്ടായിരുന്ന ആ 2 കാശ് ബാക്കിയുള്ളവരെന്താ ചെയ്തേ? തങ്ങൾക്കുള്ളതിനകത്തുനിന്ന് എടുത്ത്. അപ്പോൾ ആ സ്ത്രീ ഇട്ടപ്പോൾ കർത്താവ് പറയുന്ന പദം എന്തുവാ? എല്ലാവരെക്കാട്ടിലും അധികം ഇട്ടിരിക്കുന്നു, അല്ലേ? ഉപജീവനം മൊത്തം അവളിട്ട്. ഇനി അവൾക്ക് കർത്താവ് മാത്രമുള്ള ആശ്രയം. അടുത്ത നിമിഷത്തെ അവിടെ കാര്യം നടക്കണമെങ്കിൽ കർത്താവ് വിചാരിക്കണം. സ്വർഗം സന്തോഷിക്കുന്ന അനുഭവം അത് കേട്ടോ. മടങ്ങി വരട്ടെ. ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം എലീശ ദൈവനിയോഗത്തോടാണ് പറയുന്നത്. പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മ നിയോഗത്തോട് നീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലുണ്ടല്ലോ, സ്വർഗം അതിനെ സാധിക്കും. ഒരു സാധ്യതയും ഇല്ലാത്തടത്താണെങ്കിലും. ആ ദൂത് നിറവേറാൻ ദൈവം ഉപയോഗിച്ച് ആരെയാ? 4 കുഷ്ഠരോഗികൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അകമ്പടി നായകൻ പറഞ്ഞ പദം കണ്ടോ? സ്വർഗത്തിലെ ദൈവം ആകാശത്തിൽ കിളിവാതിലുണ്ടാക്കിയാലും നടക്കുമെന്ന്. സ്വർഗം പറയാൻ മോനെ, കിളിവാതിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ നിസാരരെന്ന് പറഞ്ഞ് പാളയത്തിന് പുറത്തിട്ടേക്കുന്ന 4 കുഷ്ഠരോഗികളെ ഈ വിഷയം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കാൻ പോവാം. കാരണം മഹത്വം ദൈവത്തിനാട്ടോ. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? മഹത്വം കൊടുക്കാമോ? ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാം. നിന്നെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന ഏത് വിഷയമായിരുന്നാലും സ്വർഗം എന്നൊരു അത്ഭുതം ചെയ്യാൻ പോവാം. ചെയ്യുക. കെട്ടിക്കിടക്കുന്ന ചില നന്മകൾ തുറന്നു വരട്ടെ.
ലഭിക്കപ്പെടേണ്ടത് അന്യായമായി കൈവശപ്പെടുത്തി വെച്ചേക്കുന്ന ചില യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. വരിഞ്ഞു മുറുക്കി ന്യായമായിട്ട് ആ അനുഭവിക്കേണ്ടതിനെ അനുഭവിക്കാൻ കഴിയാതെ ക്ഷാമത്തിൻ്റെ കെടുതിക്കകത്തിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും പുഴുങ്ങി തിന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ട വിഷയത്തിനകത്ത് എലീശായിലൂടെ ഒരു അത്ഭുതം ദൈവം ചെയ്തെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ ലൈഫിനകത്ത് അവർ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ സ്വർഗമേ അവിടുന്ന് മറുപടിയിലൂടെ ആമേൻ കൊടുക്കണമേ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. സ്വർഗപിതാവേ, ഹൃദ്യമായിട്ട് ഈ പ്രഭാതത്തിലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ ശബ്ദം കേട്ടല്ലോ. ഭാരപ്പെടുന്ന സാമ്പത്തിക വിഷയത്തിനകത്ത് എല്ലാവർക്കും ചെയ്യുന്നത് പോലെ അല്ല, വ്യത്യസ്തമായ ഒരു അത്ഭുതം ഇന്ന് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഈ ദൂത് അവരുടെ ലൈഫിനകത്ത് കർത്താവെ ഭയങ്കരമായൊരു അത്ഭുതം സൃഷ്ടിക്കട്ടെ. ഇന്ന് വരെ കാണാത്തൊരു അത്ഭുതം സ്വർഗം ചെയ്തു കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.